ഹലോ, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാക്ക് അലോക്കേഷൻ ഓഫ് സ്പേസിലെ കോളിംഗ് സീക്വൻസസ് എന്താണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ സ്റ്റാക്ക് അലോക്കേഷൻ എന്താണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആൾ കമ്പൈലേഴ്സ് ഫോർ ലാംഗ്വേജ് ദാറ്റ് യൂസ് പ്രൊസീജിയേഴ്സ്, ഫങ്ഷൻസ് ഓർ മെത്തേഡ്സ് ആസ് യൂണിറ്റ്സ് ഓഫ് യൂസർ ഡിഫൈൻഡ് ആക്ഷൻ മാനേജ് അറ്റ് ലീസ്റ്റ് പാർട്ട് ഓഫ് ദിയർ റൺ ടൈം മെമ്മറി ആസ് എ സ്റ്റാക്ക്. അഥവാ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പൈലേഴ്സിൽ ഇപ്പം കമ്പൈലേഷൻ പ്രോസസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോഗ്രാംസിൽ എന്തുണ്ടാകും, പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഒക്കെ എന്ത് വരും, നമ്മളുടെ കോഡിൻ്റെ ഒരു യൂണിറ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ റൺ ടൈം മെമ്മറി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, സ്റ്റാക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ സ്റ്റാക്ക് അലൊക്കേഷൻ ഓഫ് സ്പേസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് സ്റ്റാക്കാണ് ആ റൺ ടൈം മെമ്മറി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത്. എന്തിനു വേണ്ടിയിട്ട്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റോർ ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാക്കാണ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, ഈച്ച് ടൈം എ പ്രൊസീജിയർ ഈസ് കോൾഡ് space for its local variable is pushed onto a stack, and when the procedure terminates that space is popped off the stack. അഥവാ നമ്മളിപ്പോൾ ഓരോ സമയത്തും ഓരോ പ്രൊസീജിയേഴ്സിനെ കോൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലോക്കൽ വേരിയബിൾസ് ഉണ്ട് അല്ലേ, അതിൽ ആ പ്രൊസീജിയേഴ്സിൽ അല്ലെങ്കിൽ ആ ഫംഗ്ഷനിൽ കുറേ ലോക്കൽ വേരിയബിൾസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇൻറ്റ് എ എന്നതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എ ഇസ് എ ലോക്കൽ വേരിയബിൾ ആണ്. സോ അങ്ങനെ ഓരോ ലോക്കൽ വേരിയബിൾസിന് വേണ്ടിയിട്ട് സ്റ്റാക്കിൽ ഒരു സ്പേസ് കൊടുക്കും. ദാറ്റ് മീൻസ് അവിടോട്ട് എന്ത് ചെയ്യുന്നു, ആ സ്റ്റാക്കിലോട്ട് ആ ലോക്കൽ വേരിയബിൾസ് പുഷ് ചെയ്യും, അഥവാ സ്റ്റാക്കിൽ ഒരു സ്പേസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ദെൻ എപ്പോഴാണ് പ്രൊസീജിയർ ടെർമിനേറ്റ് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് ആ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രൊസീജിയർ എന്ത് ചെയ്യുന്നു, കഴിയുന്നത് എപ്പോഴാണോ ടെർമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യും, ആ സ്പേസ് അവിടുന്ന് പോപ്പ് ചെയ്യുകയും ചെയ്യും. ദാറ്റ് മീൻസ് ആ ലോക്കൽ വേരിയബിൾസിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്താൽ ആ സ്പേസ് അവിടുന്ന് പോപ്പ് ചെയ്യുകയും ചെയ്യും. ദാറ്റ് മീൻസ് അതിന് ഒഴിവാക്കുകയും ചെയ്യും, അല്ലെ ഫ്രീ ആക്കുകയും ചെയ്യും. സോ ഇതാണ് ഒരു 2 പോയിന്റിൽ സ്റ്റാക്ക് അലോക്കേഷൻ എന്താണ് പറയാന്നുള്ളത് ഇങ്ങനെയാണ് പറയാം. ഓക്കെ, നമുക്ക് എന്താണ് കോളിംഗ് സീക്വൻസസ് എന്ന് നോക്കാം. കോളിംഗ് സീക്വൻസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊസീജിയേഴ്സ് കോൾഡ് ആർ ഇംപ്ലിമെൻറ്റഡ് ഇൻ വാട്ട് ഈസ് കോൾഡ് ആസ് കോളിംഗ് സീക്വൻസ്. പ്രൊസീജിയേഴ്സ് കോൾസ് അല്ലേ, അഥവാ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ കോളിംഗ് സീക്വൻസ്. പ്രൊസീജിയേഴ്സ് കോൾസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോളിംഗ് സീക്വൻസ്, വിച്ച് കൺസിസ്റ്റ് ഓഫ് കോഡ് ദാറ്റ് അലോക്കേറ്റ്സ് ആൻ ആക്ടിവേഷൻ റെക്കോർഡ് ഓൺ ദ സ്റ്റാക്ക് ആൻഡ് enters information in its field. അഥവാ ഇതെങ്ങനെയാണ്, ഇപ്പം ഒരു പ്രൊസീജിയേഴ്സ് കോൾസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോളിംഗ് സീക്വൻസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇതെന്താ ചെയ്യുന്നത്, ആക്ടിവേഷൻ റെക്കോർഡ്സിൽ എന്ത് ചെയ്യുന്നു, ഈ കോഡ്സിന് വേണ്ടി അത് ആ ഒരു പ്രൊസീജിയറിൻ്റെ കോഡ്സ് കൺസിസ്റ്റ് ചെയ്യുന്ന കോഡ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്ടിവേഷൻ റെക്കോർഡ്സ് ദാറ്റ് മീൻസ് ഓരോന്നിനും ഓരോ ആക്ടിവേഷൻ റെക്കോർഡാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു, അല്ലെ ഓരോ പ്രൊസീജിയേഴ്സിനും ഓരോ ആക്ടിവേഷൻ റെക്കോർഡ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു. സോ അതിനെന്ത് ചെയ്യുന്നു, സ്റ്റാക്കിലോട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, അതിൽ ഓരോ നമ്മൾ പറഞ്ഞു ആക്ടിവേഷൻ റെക്കോർഡ്സിൽ നിന്ന് കുറേ ഫീൽഡ്സ് ഉണ്ട്. സോ ആ ഫീൽഡ്സിലോട്ടൊക്കെ എന്ത് ചെയ്യുന്നു, ഇൻഫർമേഷൻസും എന്ത് ചെയ്യുന്നു, എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, കോളിംഗ് സീക്വൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആ പ്രൊസീജിയേഴ്സ് കോൾസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കോളിംഗ് സീക്വൻസ്. ഇത് എന്താണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിലാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അഥവാ അതിൻ്റെ കോഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അലോക്കേറ്റ്സ് ആൻ ആക്ടിവേഷൻ റെക്കോർഡ് ഓൺ ദ സ്റ്റാക്ക് ആൻഡ് സ്റ്റാക്ക് എന്ത് ചെയ്യുന്നു, ആക്ടിവേഷൻ റെക്കോർഡ് അലോക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഈ കോഡ്സിന് വേണ്ടിയിട്ടുള്ള. ദെൻ എന്ത് ചെയ്യുന്നു, ഓരോ ഫീൽഡിലും ആക്ടിവേഷൻ റെക്കോർഡിലുള്ള ഓരോ ഫീൽഡിലോട്ടും ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുന്നു, എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് നോക്കാം. എ റിട്ടേൺ സീക്വൻസ് ഈസ് similar to code to restore the state of machine, so the calling procedure can continue its execution after the call. That means ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, റിട്ടേൺ സീക്വൻസ് similar to code to restore the state of machine, so the calling procedure can continue its execution. അഥവാ ഇപ്പം നമ്മൾ കോളിംഗ് പ്രൊസീജിയേഴ്സ് എന്ന ഒരു ഫംഗ്ഷൻ ഒരു പ്രൊസീജിയർ എന്ത് ചെയ്തു, നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണോ കോൾ ചെയ്തത് അങ്ങോട്ട് തന്നെ തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, റീസ്റ്റോർ ചെയ്ത് വെക്കേണ്ടി അല്ലേ, റിട്ടേൺ സീക്വൻസ് അല്ലേ, തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്ന റിട്ടേൺ സീക്വൻസ് ആണ്. സിമിലർ ടു കോഡ് ടു റീസ്റ്റോർ ദ സ്റ്റേറ്റ് ഓഫ് മെഷീൻ, സോ ദ കോളിംഗ് പ്രൊസീജിയർ ക്യാൻ കണ്ടിന്യൂ ഇറ്റ്സ് എക്സിക്യൂഷൻ ആഫ്റ്റർ ദ കോളിന് ശേഷം കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ആദ്യം എവിടെ നിന്നാണോ പോകുന്നത് അതിൻ്റെ ആ അഡ്രസ്സ് എന്ത് ചെയ്യാം, നമുക്ക് സേവ് ചെയ്ത് വെക്കാം. അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് സേവ് ചെയ്ത് വെക്കേണ്ടതുണ്ട്, ഒരു വേരിയബിളിലോട്ട് എടുത്ത് വെച്ചാൽ മതി. ദെൻ എന്ത് ചെയ്യുന്നു, നമ്മൾ കോൾ ചെയ്യുന്ന ഫംഗ്ഷനിലോട്ട് പോകുന്നു, കോൾ ചെയ്യുന്ന പ്രൊസീജിയറിലോട്ട് പോകുന്നു, അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ നമ്മളെ പ്രോഗ്രാം കൗണ്ടർ പോലുള്ള സംഭവം അതിലോട്ട് എന്ത് ചെയ്യുന്നു, വരികയാണ് ചെയ്യുക അല്ലേ, അതേപോലെ തിരിച്ച് അതേ അഡ്രസ്സിലോട്ട് വരുന്നു. ഓക്കെ, the code in calling sequence is often divided between the calling procedures
that means caller, and the procedures it's calls calling അഥവാ കോളിംഗ് സീക്വൻസിൻ്റെ കോഡ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഏതിൻ്റെ ഇടയിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് മെയിനായിട്ടും എന്താണ് രണ്ടെണ്ണമാണ്. എങ്ങനെയൊക്കെയാണ് വരിക? ഒന്നെന്ന് പറഞ്ഞാൽ കോൾ ചെയ്യുന്ന പ്രൊസീജിയർ, അതാണ് കോളിംഗ് പ്രൊസീജിയർ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വിളിക്കുക, ഷോർട്ട് ആക്കിയിട്ട് കോളർ എന്ന് വിളിക്കുന്നു. കോളർ അഥവാ ഏത് പ്രൊസീജിയറാണോ കോൾ ചെയ്യുന്നത്, ഒരു പ്രൊസീജിയറിനുള്ള മറ്റൊരു പ്രൊസീജിയർ എന്ന് വെക്കുക. സോ ഏത് പ്രൊസീജിയറാണോ കോൾ ചെയ്യുന്നത് അതാണ് കോളർ എന്ന് പറയുന്നത്. ആൻഡ് ദ പ്രൊസീജിയർ ഇറ്റ്സ് കോൾ അഥവാ ആ പ്രൊസീജിയർ കോൾ ചെയ്യുന്ന പ്രൊസീജിയർ അഥവാ ഏതിനെയാണോ കോൾ ചെയ്യുന്നത് അതാണ് കോൾ ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്കിതിനെ എങ്ങനെ കോളിംഗ് സീക്വൻസിനെ എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ളതാണ് നമുക്ക് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്. നോക്കാം. ഫസ്റ്റ് പോയിന്റ് പറയുന്നു, വാല്യൂസ് communicated between caller and callee are generally placed at the beginning of callee's activation record. അഥവാ നമ്മൾ പറഞ്ഞു കോളറിൻ്റെയും കോളിൻ്റെയും ഇടയിൽ ജനറലി പ്ലേസ്ഡ് അഥവാ അതിൻ്റെ കമ്മ്യൂണിക്കേഷനിൽ അഥവാ കോളറാണ് എന്ത് ചെയ്യുന്നത്, കോളീനെ കോൾ ചെയ്യുന്നത്. സോ ആ ഒരു കോഡ് ഉണ്ടാവില്ല, കോൾ ചെയ്യുന്ന കോഡ് അത് എന്ത് ചെയ്യുന്നു, എവിടെ പ്ലേസ് ചെയ്യുക, at the beginning of കോളീസ് ആക്ടിവേഷൻ റെക്കോർഡ്. കോളീസിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ദേ ആർ ആസ് ക്ലോസ് ആസ് പോസിബിൾ ടു ദ കോളേഴ്സ് ആക്ടിവേഷൻ റെക്കോർഡ്. അതെന്തായിരിക്കും, കോളേഴ്സ് ആക്ടിവേഷൻ റെക്കോർഡ്സിന് ഏറ്റവും ക്ലോസ് ആയിട്ട് നമുക്ക് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും ക്ലോസ് ആയിട്ടായിരിക്കും ഈ എന്ത് വരുന്നുണ്ടാവുക, ഈ കോഡ് വരുന്നുണ്ടാവുക. ഓക്കെ, സോ അതാണ് ഈ പോയിന്റ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, ഫിക്സ്ഡ് ലെങ്ത് ഐറ്റംസ് ആർ ജനറലി പ്ലേസ്ഡ് ഇൻ ദ മിഡിൽ. സച്ച് items typically include the control link, the access link and machine status field. അഥവാ ഫിക്സ്ഡ് ലെങ്ത് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അഥവാ അപ്പം ഒരു കൺട്രോൾ ലിങ്ക് അല്ലെങ്കിൽ ആക്സസ് ലിങ്ക് അല്ലെങ്കിൽ മെഷീൻ സ്റ്റാറ്റസ് ഫീൽഡ്സ്, ഈ മൂന്നെണ്ണാണ് എന്ത് വരുന്നത്, മെയിനായിട്ടും ഫിക്സ്ഡ് ലെങ്ത് ഐറ്റംസ് ആയിട്ട് വരുന്നത്. ദാറ്റ് മീൻസ് എന്താണ്, ഇപ്പം ഒരു കൺട്രോൾ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ അങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, സം വേരിയബിൾസിനെ ആക്സസ് ചെയ്യുന്ന ആക്സസ് ലിങ്ക്സ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, മെഷീൻ സ്റ്റാറ്റസ് ഫീൽഡ്സ്. അഥവാ ഒരു ഇത് പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അവിടെ സേവ് ചെയ്ത് വെക്കുന്നു, എവിടെ നിന്നാണോ കോള് പോകുന്നത് അതിൻ്റെ അഡ്രസ്സ് സേവ് ചെയ്ത് വെക്കുന്നു, അതാണ് മെഷീൻ സ്റ്റാറ്റസ് ഫീൽഡ് എന്ന് പറയാൻ. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഥവാ ഫിക്സ്ഡ് ലെങ്ത് ഐറ്റംസിനൊക്കെ നമ്മൾ മെയിനായിട്ടും പ്ലേസ് ചെയ്യുക മിഡിലാണ്, അഥവാ ആക്ടിവേഷൻ റെക്കോർഡിൻ്റെ മിഡിലാണ് എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ അടുത്ത പോയിന്റ്, ഐറ്റംസ് whose size may not be known yearly enough are placed at the end of the activation record. അഥവാ സൈസ് നമുക്ക് അറിയാത്ത കുറേ ഐറ്റംസ് ഉണ്ടാവും അല്ലേ, നമുക്ക് സൈസ് അറിയാത്ത കുറേ ഐറ്റംസ് ഉണ്ടാവും. സോ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ പ്ലേസ് ചെയ്യുന്നതാണ് എൻഡ് ഓഫ് ദ ആക്ടിവേഷൻ റെക്കോർഡ്. ആക്ടിവേഷൻ റെക്കോർഡിൻ്റെ എൻഡിങ്ങിലാണ്. ദ മോസ്റ്റ് കോമൺ എക്സാമ്പിൾ ഈസ് ഡൈനാമിക്കലി സൈസ്ഡ് അറേ where the values of one of the callees parameters determine the length of the array. ഇതുപോലെ എക്സാമ്പിളാണ്. ഇതുപോലെ നമുക്ക് സൈസ് അറിയാത്ത ഒരു ഐറ്റംസിന് എക്സാമ്പിളാണ് എന്ത്, ഡൈനാമിക്കലി സൈസ്ഡ് അറേ. ദാറ്റ് മീൻസ് എന്താണ്, അതിൻ്റെ സൈസ് എപ്പോഴേ അറിയുള്ളൂ, നമ്മളിപ്പം ഒരു കോൾ ചെയ്തു, അതപ്പം ഇപ്പം അറേ ഓഫ് 5 എന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ 5 ആണ് എന്ത് ചെയ്യുന്നത്, 5 ആണ് അതിൻ്റെ സൈസ് തീരുമാനിക്കുന്നത്. ആ കോളീസ് ആണ് എന്ത് അതിൻ്റെ ഡിറ്റർമൈൻ ചെയ്യുന്നത് അറേയുടെ സൈസ്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, അതൊക്കെ എന്താണ്, ഒരു ഡൈനാമിക്കലി അതെന്താണ്, നമുക്ക് സൈസ് മുമ്പേ അറിയാത്തൊരു കാര്യമാണ്, ഐറ്റാണ്. സോ അങ്ങനത്തതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, എവിടെയാണ്, ഏറ്റവും എൻഡിങ് ഓഫ് ദ ആക്ടിവേഷൻ റെക്കോർഡിലാണ് അത് എന്ത് ചെയ്യുന്നത്, പ്ലേസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതൊക്കെ മനസ്സിലാക്കി വെക്കാം. ദെൻ അടുത്ത പോയിന്റ്, വി മസ്റ്റ് ലൊക്കേറ്റ് ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് പോയിന്റ് judiciously. We must locate the top of the stack pointer judiciously. A common approach is to have it point to the end of fixed length fields in the activation record. നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പം ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിലോട്ടാണ് പോയിന്റ് ചെയ്യാറുണ്ടാവുക അല്ലേ. സോ അതിൻ്റെ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അപ്രോച്ച് ചെയ്യുന്നത് പോയിന്റ് ടു ദ എൻഡ് ഓഫ് ഫിക്സ്ഡ് ലെങ്ത് ഫീൽഡ് ഇൻ ദ ആക്ടിവേഷൻ റെക്കോർഡ്. അഥവാ ഫിക്സ്ഡ് ലെങ്ത് ഫീൽഡിലെ ഫിക്സ്ഡ് ലെങ്ത് ഫീൽഡ്സുകൾസ് ഉണ്ടാവും ആക്ടിവേഷൻ റെക്കോർഡ്. സോ അതിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടാവും. ഫിക്സ്ഡ് ലെങ്ത് ഡാറ്റ ക്യാൻ ദെൻ ബി ആക്സസ്ഡ് ബൈ ഫിക്സ്ഡ് ഓഫ്സെറ്റ്സ്. ഫിക്സ്ഡ് ലെങ്ത് ഡാറ്റാസ് നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്യുക, ഫിക്സ്ഡ് ലെങ്ത് എന്താണ്, ഫിക്സ്ഡ് ഓഫ്സെറ്റ്സ് ഉണ്ടാവും. സോ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിക്സ്ഡ് ലെങ്ത് ഡാറ്റാസിനെ ആക്സസ് ചെയ്യുന്നുണ്ടാവുക. സോ നോട്ട് ടു ദി ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ റിലേറ്റഡ് ടു ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് പോയിന്റ്. ഓക്കെ, ദെൻ ഇവിടെ ഒരു ഇമേജ് കാണുന്നുണ്ടാവും, ഡിവിഷൻ അഥവാ ഈ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് പിക്ചറൈസ് ചെയ്തതാണ്. കോളറിനും കാളിക്കും ഇടയിൽ എങ്ങനെയാണ് ഇത്
എന്ത് ചെയ്തിട്ടുള്ളത്, അഥവാ ബിറ്റ്വീൻ കോളർ ആൻഡ് കോളിക്ക് ഇടയിൽ എങ്ങനെയാണ് ഈ ടാസ്കുകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ഈ ഒരു ഇമേജ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇത്രയും ഭാഗം കോളേഴ്സിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡാണ്. 1, 2 ഈ 3 കോളേഴ്സിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡാണ്. ഇത് ഈ ബാക്കിയുള്ള 3 കോളീസിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡാണ്. ഇവിടെ വേറൊരു ഭാഗം കാണാൻ പറ്റും, കോളേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്, കോളീസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത്രയും കാര്യങ്ങളെന്നും. പിന്നെ ഇവിടെ ടോപ്പ് SP എന്നുള്ള ഒരു കാര്യം കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്, കോളേഴ്സ് ആക്ടിവേഷൻ റെക്കോർഡിൽ വരുന്നത് എന്തായിരിക്കും, പാരാമീറ്റേഴ്സ് ആൻഡ് റിട്ടേൺ വാല്യൂസ് വരും അല്ലേ. കോളേഴ്സ് എന്നാൽ കോൾ ചെയ്യുന്ന ഫംഗ്ഷൻ അല്ലേ, അതിലെന്തുണ്ടാവും, പാരാമീറ്റേഴ്സ് ഉണ്ടാവില്ലേ, ഉണ്ടാവും. എന്താ പാരാമീറ്റേഴ്സ്, ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആണ് സാധാരണ രീതിയിൽ കോൾ ചെയ്യുന്ന ഫംഗ്ഷനിൽ ഉണ്ടാവുക. സോ അതാണ് ഈ പാരാമീറ്റേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ആൻഡ് റിട്ടേൺ വാല്യൂസ്, അത് ഇപ്പം ആ കോൾ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് എന്തുണ്ടാവും, റിട്ടേൺ വരുന്ന വാല്യൂസിനെ സ്റ്റോർ ചെയ്യാനുള്ള സംഭവം ഉണ്ടാവും. സോ അതുകൊണ്ടാണ് ഇവിടെ റിട്ടേൺ വാല്യൂസ് വരാനുള്ള കാരണം. ദെൻ പിന്നെ എന്തുണ്ട്, രണ്ടാമത്തെ പാർട്ട് കൺട്രോൾ ലിങ്ക് ആൻഡ് സേവ്ഡ് സ്റ്റാറ്റസ് എന്നുള്ളതാണ് അല്ലേ. കൺട്രോൾ ലിങ്ക് ഉണ്ടാവും, അതുപോലെ തന്നെ സേവ്ഡ് സ്റ്റാറ്റസ് ഉണ്ട്. കൺട്രോൾ ലിങ്ക് എന്തിനു വേണ്ടിയിട്ടാണ്, അപ്പോൾ ഒരു കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ കോൾ ഏത് ഫംഗ്ഷനിലോട്ട് പോവുകയുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ ലിങ്ക്സ്. സേവ്ഡ് സ്റ്റാറ്റസ് എന്തിനാണ്, എവിടെ നിന്നാണോ പോയത് അത് എന്ത് ചെയ്യണം, പ്രോഗ്രാം കൗണ്ടറിലൊക്കെ സേവ് ചെയ്ത് വെക്കണം, എന്നാലേ തിരിച്ചു വരാൻ പറ്റുള്ളൂ അല്ലേ. അതിന് വേണ്ടിയാണ് സേവ്ഡ് സ്റ്റാറ്റസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ടെമ്പററീസ് ആൻഡ് ലോക്കൽ ഡാറ്റാസ് ഉണ്ടാവും അല്ലേ. ഷുവറാണ്, ഏതൊരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, ടെമ്പററി വേരിയബിൾസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ലോക്കൽ ഡാറ്റാസും യൂസ് ചെയ്തിട്ടുണ്ടാവും. സോ അതാണ് ഇവിടെ വരാനുള്ള കാരണം. ഓക്കെ, ദെൻ കോളീസ് ആക്ടിവേഷൻ റെക്കോർഡ് നോക്കുന്ന സമയത്ത് അതിലും എന്തുണ്ടാവും, പാരാമീറ്റേഴ്സ് ആൻഡ് റിട്ടേൺ വാല്യൂസ് ഉണ്ടാവും. ഇവിടുത്തെ പാരാമീറ്റേഴ്സ് ഏതാണ്, ഫോർമൽ പാരാമീറ്റേഴ്സ് ആണ് കോളീസിൽ വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഈ ആ ഒരു പ്രൊസീജിയേഴ്സിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ കോളീസ് പ്രൊസീജിയേഴ്സിൻ്റെ എൻഡിങ്ങിൽ എന്തുണ്ടാവും, റിട്ടേൺ ചെയ്യുന്നുണ്ടാവും. സോ അതുകൊണ്ടാണ് റിട്ടേൺ വാല്യൂ എന്നുള്ളത് വരാൻ കാരണം. അതുപോലെ തന്നെ ഇത് റിട്ടേൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന് കൺട്രോൾ ലിങ്ക്സ് വേണം, അതുപോലെ തന്നെ സേവ്ഡ് സ്റ്റാറ്റസും വേണം. ദെൻ ടെമ്പററി വേരിയബിൾസ്, ഏതൊരു പ്രൊസീജിയർ ഈ കോളറായാലും കോളി പ്രൊസീജിയർ ആയി കഴിഞ്ഞാലും അതിനെന്തുണ്ടാവും, ടെമ്പററി വേരിയബിൾസും ലോക്കൽ ഡാറ്റാസും ഒക്കെ ഉണ്ടാവും. ലോക്കൽ ഡാറ്റാസും ടെമ്പററി വേരിയബിൾസും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഉള്ളിൽ വേരിയബിൾസിൻ്റെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, സോ ആ കാര്യങ്ങളാണ് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. കോളിംഗ് സീക്വൻസ് ആൻഡ് ഇറ്റ്സ് ഡിവിഷൻ ബിറ്റ്വീൻ കോളർ ആൻഡ് കോളി ആർ ആസ് ഫോളോസ്. എ കോളർ എവാലുവേറ്റ് ദ ആക്ച്വൽ പാരാമീറ്റേഴ്സ്. നമ്മൾ പറഞ്ഞ കാര്യമാണ്, കോളർ എന്ത് ചെയ്യും, ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആണ് എവാലുവേറ്റ് ചെയ്യുന്നത്. ദ കോളർ സ്റ്റോഴ്സ് എ റിട്ടേൺ അഡ്രസ് ആൻഡ് ഓൾഡ് എന്ത് ചെയ്യുന്നുണ്ട്, റിട്ടേൺ അഡ്രസ് സ്റ്റോർ ചെയ്ത് വെക്കണം കോളേഴ്സിന് അല്ലേ. ഫംഗ്ഷൻസിന് എന്ത് ചെയ്തു, പ്രൊസീജിയറിൽ കോളിംഗ് പ്രൊസീജിയേഴ്സിലോട്ട് പോയതിന് ശേഷം എന്ത് ചെയ്യുന്നു, തിരിച്ച് കിട്ടുന്ന റിട്ടേൺ ചെയ്യുന്ന വാല്യൂസിനെ സ്റ്റോർ ചെയ്ത് വെക്കണം. അതാണ് കോളർ സ്റ്റോർ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓൾഡ് വാല്യൂസ് ഓഫ് ടോപ്പ് SP ഇൻടു ദ കോളീസ് ആക്ടിവേഷൻ റെക്കോർഡ്. ടോപ്പ് SPയിൽ എന്തുണ്ടാവുക, കോളീസ് ആക്ടിവേഷൻ റെക്കോർഡിൻ്റെ ഓൾഡ് വാല്യൂസ് ആണ് ഉണ്ടാവുക. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അഥവാ അപ്പം ഒരു വട്ടം ഇത് കോൾ ചെയ്ത് 2ാം വട്ടം വീണ്ടും കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യത്തേതിൻ്റെ എന്താണ് വാല്യൂ ഇവിടെ ഉണ്ടാവും, ടോപ്പ് SPയിൽ ഉണ്ടാവും അല്ലേ. സോ ദെൻ അതിനെ മോഡിഫൈ ചെയ്തിട്ടാണ് വീണ്ടും എന്ത് 2ാമത്തെ കോള് പോകുന്നത്. സോ ദ കോള് ദെൻ ഇൻക്രിമെൻറ്റ് ദ ടോപ്പ് SP. അതാണ് ഇവിടെ പറയുന്നത്. ടോപ്പ് SP എന്ത് ചെയ്യും, പൊസിഷൻ അനുസരിച്ച് എന്ത് ചെയ്യും, ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ദെൻ കോളിയുടെ അതാണ്. ദെൻ ദ കോളി സേവ്സ് ദ രജിസ്റ്റർ വാല്യൂ ആൻഡ് അതർ സ്റ്റാറ്റസ് ഇൻഫർമേഷൻ. കോളി പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, രജിസ്റ്റർ വാല്യൂസും അതുപോലെ തന്നെ അതർ സ്റ്റാറ്റസ് ഇൻഫർമേഷൻസും സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ദ കോളി ഇനീഷ്യലൈസ് ഇറ്റ്സ് ലോക്കൽ ഡാറ്റ ആൻഡ് ബിഗിൻസ് എക്സിക്യൂഷൻ. അതുപോലെ ഇനീഷ്യൽ ഡാറ്റാസ് ലോക്കൽ ഡാറ്റാസിനെ എന്ത് ചെയ്യും, ഇനീഷ്യലൈസ് ചെയ്യുന്നുണ്ട് കോളി. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ബിഗിൻ എക്സിക്യൂഷൻ. ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ദെൻ അടുത്തത് എ സ്യൂട്ടബിൾ കറസ്പോണ്ടിങ് റിട്ടേൺ സീക്വൻസസ്. എങ്ങനെയാണ് റിട്ടേൺ സീക്വൻസ് വരുന്നത് എന്നുള്ളതാണ്. ദ കോളി പ്ലേസസ് ദ റിട്ടേൺ വാല്യൂസ് നെക്സ്റ്റ് ടു ദ പാരാമീറ്റേഴ്സ്. അഥവാ കോളി എന്ത് ചെയ്യും, റിട്ടേൺ വാല്യൂസ് എവിടെയാണ് പ്ലേസ് ചെയ്യുക, നെക്സ്റ്റ് ടു പാരാമീറ്റേഴ്സിൻ്റെ കോളി പ്ലേസസ് ദ റിട്ടേൺ വാല്യൂ നെക്സ്റ്റ് ടു ദ പാരാമീറ്റേഴ്സ്. കോളി എന്ത് ചെയ്യും, പ്ലേസ് ചെയ്യുന്ന ഇവിടെ റിട്ടേൺ വാല്യൂസ് നെക്സ്റ്റ് ടു ദ പാരാമീറ്റേഴ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കോളി പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. സോ ദെൻ അടുത്ത പോയിന്റ്, യൂസിങ് ദ ഇൻഫർമേഷൻ ഇൻ ദ മെഷീൻ സ്റ്റാറ്റസ് ഫീൽഡ് ദ കോളി റീസ്റ്റോർ ടോപ്പ് SP and other register and then branches to the return address that the caller placed in the status field. എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂസിങ് ദ ഇൻഫർമേഷൻ ഇൻ ദ മെഷീൻ സ്റ്റാറ്റസ് ഫീൽഡ്. അഥവാ മെഷീൻ സ്റ്റാറ്റസ് ഫീൽഡ് എന്തുണ്ടാവും, നമ്മളിപ്പം കോൾ ചെയ്തിട്ടുള്ള കോളർ അഥവാ നമ്മൾ കോൾ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സിൽ
അഡ്രസ് എവിടെ നിന്നാണ് കോൾ ചെയ്യുന്നത് എവിടെ ഉണ്ടാവും, മെഷീൻ സ്റ്റാറ്റസ് ഫീൽഡ് ഉണ്ടാവും. സോ അത് കോളിയിലോട്ട് പോയതിനു ശേഷം കോളിയിലെ എക്സിക്യൂഷൻ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഈ മെഷീൻ സ്റ്റാറ്റസ് ഫീൽഡ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചു വരാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Then although top SP has been decremented, the top SP decrement in the column now where the return value is relative to the current value of top SP, the column therefore may use that values. Okay, so എന്ത് ചെയ്യുന്നു, ദെൻ ടോപ്പ് എസ് പി എന്ത് ചെയ്യും, ഒന്ന് കുറക്കും, ഡിക്രിമെൻ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഡിക്രിമെൻറ്റഡ് ആണ് ടോപ്പ് എസ് പി ചെയ്യുന്നത്. കാരണം എന്താണ്, റിട്ടേൺ കോളർ നോ വേർ ദ റിട്ടേൺ വാല്യൂ ഈസ് എന്ന്, അഥവാ കോളറിന് മനസ്സിലാവും ഏതാണ് റിട്ടേൺ വാല്യൂ എന്നുള്ളത് റിലേറ്റീവ് ടു ദ കറണ്ട് വാല്യൂ ഓഫ് ടോപ്പ് എസ് പി. കറണ്ട് വാല്യൂ ഓഫ് ടോപ്പ് എസ് പി നോക്കിയിട്ട് ഏതാണ് റിട്ടേൺ അഡ്രസ് എന്ന് ആർക്ക് മനസ്സിലാവും, ആർക്ക്, കോളറിന് മനസ്സിലാവും. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് കോളി കോളിംഗ് സീക്വൻസ് എന്താണെന്നുള്ള ഭാഗത്ത് വരുന്നത്. ഇതിൽ നമ്മൾ എന്ത് ചെയ്തു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, എങ്ങനെയാണ് സ്റ്റാക്കിലോട്ട് വാല്യൂസ് വരുന്നത്, ഏതൊക്കെയാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, കോളേഴ്സും കോളീസിൻ്റെ റെസ്പോൺസിബിലിറ്റി പാരാമീറ്റേഴ്സ് എങ്ങനെയാണ്, പ്രൊസീജിയേഴ്സിൻ്റെ കേസിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ.